ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ്. അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ വഴി ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. ടച്ച് മീ നോട്ട് എന്നാണ് ഷോർട്ട് ഫിലിം പേര് വരുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത ഏതൊക്കെയാണ് നോക്കാം. ഇന്ന് ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. ഇന്ന് ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്തത് നോക്കാം. ഇന്നാകെ ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. തെലുങ്ക് എന്നുള്ള സിനിമയായ നാ സാമി രംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നാ സാമി രംഗ നമ്മുടെ മലയാളത്തിൽ റിലീസ് ചെയ്ത പൊറിഞ്ചമറൻ ജോസ് എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. നാഗാർജുനയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്. ഫൈറ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ഹൃതിക് റോഷനും ദീപിക പദുക്കോണും അനിൽ കപൂറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ പിന്നെ ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 21-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് വഴി. ഓക്കെ, ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റുള്ള ഭാഷ തമിഴ് ഡബ്ഡ് വേർഷനും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദിയിലും തമിഴിലായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. വിജയ് സേതുപതി അതുപോലെ തന്നെ കത്രീന കൈഫൊക്കെ പ്രധാന വേഷം കൈകാര്യം മേരി ക്രിസ്മസ് എന്ന സിനിമ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 8-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ച്. അടുത്തത് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത് നല്ല റെസ്പോൺസ് നേടിയ ഒരു തമിഴ് സിനിമയായിരുന്നു. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു ലവർ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്തുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു. എന്തായാലും മാർച്ച് മാസം 8-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എക്സ്പെക്ടഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത നല്ല എന്താ പറയുക, ഒരു വമ്പൻ വിജയം നേടിയ സിനിമയായിരുന്നു. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ട് ഏകദേശം 250-300 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 8-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സീരീസ് ആണ്. സൺഫ്ലവർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിന്റെ 2-ാമത്തെ സീസണാണ്. ഹിന്ദി ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആയിരുന്നു. 2-ാമത്തെ സീസൺ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മാർച്ച് മാസം 1-ാം തീയതി C5 വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിരിക്കും റിലീസിംഗ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തൊരു മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസ് ആണ്. പോച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. മലയാളം ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നിമിഷ സജിൻ, റോഷൻ മാത്യു, കനി കുസുദ്ദീൻ എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈം വഴി ഈ ഒരു സീരീസ് ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മിയ കുൽപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്താണ് ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. മലൈക്കോട്ടെ വാലിബൻ. പലരും ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു സിനിമ എന്നാണ് OTT റിലീസ് ചെയ്യാന്നുള്ളത്. മാർച്ച് മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം 29-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ TV-യിൽ ഏഷ്യാനെറ്റിലൊക്കെ ഈ സിനിമയുടെ പരസ്യങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു. ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. തിയേറ്റർ കുലുങ്ങും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും സിനിമ ഡിസാസ്റ്ററായി മാറുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റിലൊക്കെ ഇപ്പോൾ പരസ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 23-ാം തീയതി ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട്. മലൈക്കോട്ടെ വാലിബൻ ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ദിലീപ്, തമന്ന എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ
ഇതുവരെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്, ആമസോൺ പ്രൈം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ളത് ഒരു അപ്ഡേറ്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. പലരും കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബാന്ദ്രയുടെ അപ്ഡേറ്റ് എന്താ പറയാത്തത്, എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അപ്ഡേറ്റ് വരട്ടെ. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോഴത്തെ അപ്ഡേറ്റുകളൊക്കെയാണ്. ഈ ഒരു ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഷോർട്ട് ഫിലിം ടച്ച് മീ നോട്ട് എന്ന ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.